ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വാഹനം ഓടിച്ച് ഒരുപാട് കാലം വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ ആണെങ്കിലും നമ്മൾ ഡ്രൈവിങ്ങിൽ ഏറ്റവും ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ച് എന്ന് പറയുന്നത്. എന്നാൽ പല സാഹചര്യങ്ങളിലും ഈ ക്ലച്ച് കൃത്യതയോടെ ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് അതുപോലെ തന്നെ നമ്മൾ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്നതിനിടയിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ പ്ലേറ്റിന് ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു പാർട്സുകൾക്കൊക്കെ വേഗത്തിൽ കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ള സാധ്യത ഡ്രൈവിങ്ങിലുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് വാഹനം ഓടിക്കാനായിട്ട് നമ്മളെ ഏറ്റവും സഹായിക്കുന്നതും ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസിങ് ആണ്. ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ചില വലിയ അബദ്ധങ്ങളെയും മിസ്റ്റേക്കുകളെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോ മറ്റുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഡ്രൈവിങ്ങിൽ എങ്ങനെയും ഉപയോഗിക്കേണ്ട ഒന്നല്ല ക്ലച്ച് എന്ന് പറയുന്നത്. ക്ലച്ച് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ കൃത്യതയോടെ ബാലൻസ് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ് ക്ലച്ച് എന്ന് പറയുന്നത്. കാരണം ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള ബാലൻസിങ് ആണ് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവ് എപ്പോഴും ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും നമ്മളുടെ ക്ലച്ചിൻ്റെ കൺട്രോളിങ് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ അവർക്കും വാഹനത്തിൽ യാത്ര ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും സംഭവിക്കും. അപ്പം നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോബ്ലങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ച് എരപ്പിച്ച് വാഹനത്തെ എടുക്കരുത്. ചില ആൾക്കാർ എന്ത് ചെയ്യും, ക്ലച്ചിൽ ഇങ്ങനെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ നന്നായിട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ എരപ്പിച്ചെടുക്കും. ഒരുപാട് ആക്സിലറേഷൻ്റെ സൗണ്ട് ഉണ്ടാകും. അങ്ങനെയല്ല വാഹനം എടുക്കുന്നത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ചിന് കൂടുതൽ തേയ്മാനം വരാൻ സാധ്യതയുണ്ട്, കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ഏറ്റവും സ്മൂത്തായിട്ട് ക്ലച്ചിനെ കൺട്രോൾ ചെയ്ത് വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത്, ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് ആക്സിലറേറ്റർ പെഡലിൽ വെക്കുക, നിരപ്പായിട്ടുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ക്ലച്ച് അയച്ചു വരുമ്പോൾ വാഹനത്തിന് ഒരുപാട് വൈബ്രേഷൻ വരുന്ന പോയിന്റ് അല്ല. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ക്ലച്ചിൽ നിന്ന് ഇതേ പതുക്കെ ഞാൻ കാല് റിലീസ് ചെയ്ത് വരുവാണ്. റിലീസ് ചെയ്ത് വരുമ്പോൾ വണ്ടി അനങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് ഉണ്ട്. വണ്ടി ഇപ്പോൾ അനങ്ങും, ഇപ്പം മുന്നോട്ട് മൂവ് ആകാൻ തുടങ്ങും. ആ പോയിന്റിന് തൊട്ട് പുറകിലെ ഉള്ള പോയിന്റാണ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കേണ്ടത്. അപ്പം നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് അടിപ്പുണ്ടാകത്തില്ല, വാഹനം എടുക്കുന്ന സമയത്ത് സ്മൂത്തായിട്ട് എടുക്കാൻ കഴിയും. ഇനി ഇവിടുന്ന് വണ്ടി സ്മൂത്തായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ടൈം ഇതുപോലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കാല് വെക്കരുത്. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. ഇത്രയും സമയമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ചിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട്. നിരന്തരമായിട്ട് നമ്മളിത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് ആവശ്യമില്ലെങ്കിൽ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടി പിടിച്ച് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നിർത്തുക. വണ്ടി എടുക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ആ ഒരു പോയിന്റിന് അടുത്ത് വന്ന് നമ്മൾ ക്ലച്ചിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുക. ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കണം. ചില ആൾക്കാർ ഒറ്റയടിക്ക് കാലം എടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, വാഹനം ജമ്പ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും ചെയ്യരുത്. ആക്സിലറേഷൻ കൊടുക്കുന്നു, മെല്ലെ ക്ലച്ച് എന്ന് കാലയച്ച് വളരെ സുഖകരമായിട്ടാണ് ഞാൻ വാഹനം എടുത്തത്, കണ്ടോ. അപ്പം ഇങ്ങനെ വാഹനം എടുത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനം എടുത്ത് സ്മൂത്തായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ക്ലച്ച് റിലീസ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാഹനത്തിന് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിച്ച് എന്ത് ചെയ്യാം, സെക്കൻഡ് ഗിയറിലേക്ക് ഇതുപോലെ വളരെ സുഖകരമായിട്ടിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റും കൂടെ പറയാം. അതായത് ഗിയർ മാറ്റുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, നിങ്ങൾ ഗിയർ മാറ്റുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് അയക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ചാട്ടം ഫീൽ ചെയ്യും. ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ഒരു ചാട്ടം പലപ്പോഴും വാഹനത്തിന് ഗിയർ ഇട്ടതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഉണ്ടാകും. അത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ മാറ്റണം. കാരണം നമുക്ക് ഓടിച്ചൊരു അത്യാവശ്യം ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഗിയർ ഇടുമ്പോൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കോ വൈബ്രേഷനോ ഒന്നും വരാത്ത രീതിയിൽ നിങ്ങൾ സ്മൂത്തായിട്ട് ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ട് പഠിക്കണം. ഇപ്പം നിങ്ങൾ നോക്കി, എൻ്റെ വണ്ടി സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇപ്പം ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യും, ആക്സിലറേഷൻ കൊടുക്കും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വണ്ടിക്ക് ഒരിത്തിരി മൂവ്മെൻറ്റ്സ് ആയതിന് ശേഷം ക്ലച്ച് പിടിച്ച് തേടിട്ടാലേ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ വൈബ്രേഷനോ ജെർക്കോ ഒന്നും വരാതെ തേർഡ് ഗിയറിലേക്ക് ഇടാൻ കഴിയത്തുള്ളൂ. ഒന്ന്
അതുപോലെ തന്നെ നമ്മൾ വാഹനം തേർഡ് ഗിയറിൽ പോകണമെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം, വാഹനത്തിൽ ഇത്തിരി മൂവ്മെൻറ്റ്സ് ആവശ്യമാണ്. അപ്പം നമ്മൾ ഏത് ഗിയർ ഇട്ടാലും എന്ത് ചെയ്യണം, ആ ഗിയറിൽ പോകാനായിട്ടുള്ള വേഗതയാക്കിയിട്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ക്ലച്ച് അയക്കുമ്പോൾ ജെർക്ക് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ജമ്പിങ് വരത്തില്ല. ചില ആൾക്കാർ എന്ത് ചെയ്യും, മൂവ്മെൻറ്റ്സ് ഒരുപാട് കൊടുക്കത്തില്ല, ലൈറ്റ് മൂവ്മെൻറ്റ്സ് ക്ലച്ച് പിടിച്ച് അടുത്ത ഗിയർ ഇടും, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് അങ്ങനെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റിൽ പോകുന്ന ഒരു വാഹനത്തെ പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡിലേക്ക് ഇടുന്ന സമയത്ത് ആ ഗിയറിൽ പോകാനായിട്ടുള്ള മൂവ് വണ്ടിക്കായില്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ജമ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ക്ലച്ച് നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ ഞാൻ തേർഡ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്ത് നല്ല മൂവ് ആക്കും. നല്ല മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറച്ച് ക്ലച്ച് പിടിച്ച് തേടേ നിട്ട് ക്ലച്ച് എന്ന് കാലയച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഒരു തരത്തിലുള്ള ജെർക്കുമില്ല. ഇനി ഈ കയറ്റം വണ്ടി കയറത്തില്ല, നേരത്തെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഇട്ട് ക്ലച്ച് എന്ന് കാലയച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു തരത്തിലുള്ള ജെർക്കും വരത്തില്ല. അതായത് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും ജെർക്കും ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജമ്പിങ്ങും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഡൗൺ ചെയ്യുന്ന സമയത്ത്, അതായത് തേർഡിൽ നിന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഫോർത്തിൽ നിന്ന് തേർഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നേരത്തെ ഗിയർ ഇട്ട് കൊടുക്കണം, അഡ്വാൻസ് ചെയ്യണം. വാഹനത്തിൻ്റെ വൈബ്രേഷൻ വരുത്തിയിട്ടല്ല ഗിയർ ഇടേണ്ടത്. ഇങ്ങനെ ക്ലച്ച് റിലീസ് ചെയ്താൽ ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ചാട്ടം വരത്തില്ല. അപ്പോൾ അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ആക്സിലറേഷൻ്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. അത് സെക്കൻഡിൽ നിന്ന് തേർഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, തേർഡ് ഗിയർ പോകാനായിട്ടുള്ള വേഗത ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയം ക്ലച്ച് പിടിക്കുക, ഗിയർ ഇടുക, ക്ലച്ച് എന്ന് കാലെടുത്തോളൂ, ഒരു തരത്തിലുള്ള ജെർക്കും വരത്തില്ല. ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ വാഹനം ഒരു കയറ്റം ഒരു ഗിയറിൽ കയറുന്നില്ല, ഒരു തേർഡിൽ പോകുന്നില്ല എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം, അഡ്വാൻസ് സെക്കൻഡ് കൊടുക്കുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഹനത്തിൻ്റെ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു കാര്യം കൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. നമ്മൾ ഇതുപോലെയൊക്കെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ബ്രേക്ക് ഉപയോഗിക്കേണ്ട ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷനുണ്ട്. ഇത് ഡ്രൈവിങ്ങിൽ ബിഗിനേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു മുന്നിൽ ഒരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നമ്മളുടെ വാഹനത്തെ ബ്രേക്ക് ഉപയോഗിച്ച് സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിർബന്ധമായിട്ടും ക്ലച്ചും കൂടെ താങ്ങി കൊടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ നിർബന്ധമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ അഡ്വാൻസ് ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് അഡ്വാൻസ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതൊരു കയറ്റമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കയറ്റത്ത് പോകത്തില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഞാൻ അഡ്വാൻസ് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ക്ലച്ച് അയക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല. ഓക്കെ, ഇപ്പം ഞാൻ മുന്നമേ പറഞ്ഞു തന്ന പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് കൂടുതലായിട്ട് നമ്മളുടെ വാഹനത്തിന് വേഗത കുറയേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ക്ലച്ചും കൂടെ ചവിട്ടി കൊടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. ഇനി നിങ്ങളിൽ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യം ഞാൻ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മുടെ വാഹനം ആവറേജ് സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ വണ്ടി നമുക്ക് ഒന്ന് സ്ലോ ചെയ്യണം. സ്ലോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ വാഹനം സ്ലോ ചെയ്യേണ്ടത്? ഇപ്പോൾ ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകണം. ഇപ്പം നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി എനിക്കിവിടെ സ്ലോ ചെയ്യണം. സ്ലോ ചെയ്ത് എൻ്റെ വണ്ടി സൈഡിലേക്ക് എനിക്കൊന്ന് ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗതയെ കുറച്ചുകൊണ്ട് ക്ലച്ചും കൂടെ ചവിട്ടി ഇതുപോലെ സ്ലോ ചെയ്ത് വാഹനത്തെ സൈഡിലേക്ക് ഒതുക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ ചെയ്യുന്നതാണ്, എന്ത് ചെയ്യും, ആദ്യം കയറി ക്ലച്ച് അങ്ങ് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരും. അത് ഡ്രൈവിങ്ങിലെ കറക്റ്റായിട്ടുള്ള മെത്തേഡല്ല. കാരണം സ്പീഡിൽ പോകുന്ന വാഹനത്തിൽ പെട്ടെന്ന് നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ഗിയറുമായിട്ടുള്ള പിടുത്തം വിട്ടിട്ട് വണ്ടിയുടെ സ്പീഡ് കൂടും. മനസ്സിലായോ? എന്നിട്ട് ബ്രേക്കിലേക്കല്ല വരേണ്ടത്. സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബ്രേക്കിൽ വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ടേ ക്ലച്ച് ചവിട്ടി നമ്മൾ വാഹനത്തെ നിർത്താനായിട്ട് പാടുള്ളൂ. മനസ്സിലായോ? ആ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്കും കയറ്റത്ത് വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ചിനെ വല്ലാത്തൊരു ലോഡ് ക്ലച്ചിലേക്ക് കൊടുത്ത് വാഹനം എടുക്കുന്ന ഒരു സ്വഭാവ രീതി ഒരുപാട് പേര് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒഴിവാക്കണം. ഇപ്പം ഉദാഹരണം നിങ്ങളെ ഞാൻ കാണിച്ചാൽ, ഇത് ചെറിയൊരു കയറ്റത്താണ്. ചെറിയ കയറ്റമൊന്നും പറയാനില്ല. ഇപ്പം ഞാനിവിടെ എൻ്റെ വാഹനം ചവിട്ടി നിർത്തുന്നു. ബ്രേക്കാന്ന് വെച്ചാൽ ഇത് നോക്കി വണ്ടി ബാക്കിലേക്ക് പോകുന്ന അത്തരത്തിലുള്ള ഒരു കുഞ്ഞു കയറ്റത്തിലാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത്. ഇവിടെയൊക്കെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ക്ലച്ച് അരപ്പിച്ച് നിങ്ങൾ വണ്ടി എടുക്കരുത്. കയറ്റത്ത് എടുക്കുന്ന സമയത്ത് സ്മൂത്തായിട്ട് എടുക്കാനായിട്ട് പഠിക്കണം. കാരണം ക്ലച്ചിലേക്ക് ഒരുപാട് ലോഡ് കൊടുക്കരുത്. അതായത് ക്ലച്ചിൽ നിന്ന് നമ്മളുടെ ലോഡ് ഗിയർ വഴി വീലിലേക്ക് എത്തുമോയെന്ന് ചോദിച്ചാൽ എത്തത്തുമില്ല. എന്നാൽ വാഹനത്തെ ക്ലച്ച് ചവിട്ടി നിർത്തുമെന്ന് ചോദിച്ചാൽ നിർത്തത്തുമില്ല. അങ്ങനെ ക്ലച്ചേ മാത്രം വണ്ടിയെ നിർത്താൻ പാടില്ല. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിന് കൃത്യതയോടെയുള്ള പോയിന്റിലേക്ക് ഇങ്ങനെ വരിക. ഇങ്ങനെ വന്നാൽ ഉടൻ തന്നെ
ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ അയച്ചെടുക്കണം. അപ്പോൾ കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചുള്ള ആക്സിലറേഷൻ നിങ്ങൾ കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ ചെറിയ കയറ്റമാണ്, നിങ്ങൾ നോക്കി ഒരു കയറ്റമൊന്നും പറയാനില്ല. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ബ്രേക്കാന്ന് വെച്ചാൽ കുഞ്ഞു സ്ലോപ്പാണ് വണ്ടി, ഇതുകൊണ്ട് ഇതുപോലെ ബാക്കിലേക്ക് പോകും. അപ്പോൾ ഇവിടെയൊക്കെ എടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് എടുക്കുക, അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരിക, ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുക. അതെ, ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് എന്ന് പതിയെ അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുപോലെ സുഖകരമായിട്ട് എടുക്കാൻ കഴിയും. ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് മാത്രമേ നിങ്ങൾ വാഹനത്തിൽ ക്ലച്ച് ഉപയോഗിക്കാവുള്ളൂ. ഇനി വീണ്ടും അടുത്തൊരു കാര്യം കൂടെ പറയാം. അതായത് നമ്മൾ വാഹനത്തിൽ ഈ പറഞ്ഞ പോലെ വാഹനം പതിയെ പോകുന്ന സമയത്ത് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് പല ആൾക്കാരും ക്ലച്ച് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ഞാനത് പലപ്പോഴും ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ എൻ്റെ വാഹനം ഇവിടെ ഫസ്റ്റ് ഗിയറിൽ ഞാനിങ്ങനെ നിർത്തി, ഓക്കെ, എന്നിട്ട് വാഹനം എടുക്കാനായിട്ട് ഇപ്പോൾ ഒരു ബിഗിനറിനോട് പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ചിട്ട് ഇതുപോലെ വണ്ടി ഇങ്ങ് എടുക്കും. എന്നിട്ട് വണ്ടി നിർത്താൻ പറയുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം കയറിയിട്ട് ബ്രേക്കിലേക്ക് ഒറ്റ ചവിട്ടങ്ങ് ചവിട്ടും ഇതുകൊണ്ട് ഇതുപോലെ വണ്ടി അങ്ങ് പെട്ടെന്ന് അങ്ങ് നിന്ന് പോകും. മനസ്സിലായോ? കാരണം വണ്ടി നിർത്താൻ പറയുമ്പോൾ ആദ്യം കയറി ബ്രേക്ക് ചവിട്ടും, വണ്ടി നിന്നു കഴിയുമ്പോഴായിരിക്കും പിന്നെ ക്ലച്ച് ചവിട്ടുന്നത്. ഒരിക്കലും ചെയ്യരുത്. നമ്മളൊരു വാഹനം പതിയെ മുന്നോട്ടെടുത്തിട്ട് നിർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് പതിയെ ഒരു വണ്ടി മുന്നോട്ടെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഉടനെ നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ നമ്മളിവിടെ കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ക്ലച്ചും കൂടെ ചവിട്ടി പിടിച്ചിട്ട് ഇതേ മെല്ലെ ബ്രേക്കിലേക്ക് വരിക. ആദ്യം ക്ലച്ചിലേക്ക് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വരിക. ഇതിങ്ങനെ വാഹനം നിർത്താവുള്ളൂ. അല്ലാതെ വാഹനത്തിൻ്റെ എഞ്ചിനെ ജോയിൻ്റ് ഇടിപ്പിച്ച് നിങ്ങൾ നിർത്തരുത്. ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഡ്രൈവിങ്ങിൽ നിങ്ങളിത് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യേണ്ട മറ്റൊരു മെത്തേഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ചില കയറ്റങ്ങളോ അല്ലെങ്കിൽ നിരപ്പായിട്ടുള്ള റോഡിൽ പോകുമ്പോൾ ഗട്ടറുള്ള റോഡുകളുണ്ടല്ലോ, ഗട്ടറുള്ള റോഡുകളിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് പഠിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗട്ടറുള്ള റോഡിൽ നമുക്ക് ഒരുപാട് സ്പീഡിലും പോകാൻ പറ്റത്തില്ല, ഒരുപാട് സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞ് പോകാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്യണം. അതായത് നമുക്ക് ക്ലച്ച് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരും, എന്നാൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷനും വരും. ഞാനതിന് ഇവിടെ എൻ്റെ വാഹനത്തിൻ്റെ ഇടതേ സൈഡിലെ ടയർ ചെറിയൊരു ഗട്ടറിലേക്ക് ഇറക്കിയിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കും. ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടി ഇവിടെ ഒരു ഗട്ടറിലേക്ക് ഞാൻ ഇങ്ങനെ ഇറക്കി, നിങ്ങൾ നോക്കാം. എന്നിട്ട് എനിക്ക് ഇവിടെ ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പോൾ പതിയാണ് എനിക്ക് പോകേണ്ടതെങ്കിൽ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് അയച്ച് വണ്ടി ഇങ്ങനെ അങ്ങ് നീങ്ങി, കണ്ടോ, ഇങ്ങനെ നീങ്ങി കഴിയുമ്പോൾ ഇത്തിരി കൂടെ എൻ്റെ വണ്ടി സ്ലോ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലച്ച് താങ്ങി ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ നമ്മൾ സ്ലോ ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് വീണ്ടും വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഇതുപോലെ വണ്ടി പതുക്കെ അയച്ചെടുക്കുക. വീണ്ടും നമുക്ക് ഗട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗട്ടറിൻ്റെ അളവ് കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്ലച്ച് താങ്ങി വാഹനത്തെ നിർത്തുക. അതായത് ഫുൾ ക്ലച്ച് താങ്ങി ബ്രേക്കിലേക്ക് വന്ന് വേണം വാഹനത്തെ സ്ലോ ചെയ്യാൻ. പല ആൾക്കാർ ഈ ഹാഫ് ക്ലച്ചിൽ വരും. ചെറിയ ഇറക്കം കൂടിയ ഗട്ടറൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹാഫ് ക്ലച്ച് ഇങ്ങനെ ചവിട്ടി താഴ്ത്തിട്ട് ബ്രേക്കിലേക്ക് വരും. അങ്ങനെ പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഹാഫ് ക്ലച്ചിനെ താങ്ങിയാണ് പോകുന്നത്. അത് വാഹനത്തിൻ്റെ ക്ലച്ചിന് തേയ്മാനം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു അത്തരത്തിലുള്ള ഒരു ഇറക്കത്ത് പോകുമ്പോൾ നമ്മുടെ വണ്ടിക്ക് കൂടുതൽ ബ്രേക്ക് പോകണം, നല്ലൊരു ഗട്ടറുമാണ്, ഗട്ടറിലൂടെ ഇറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷനും ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഫുൾ ക്ലച്ച് താങ്ങി കൊടുത്ത് ബ്രേക്ക് കൺട്രോൾ ചെയ്ത് നിങ്ങൾ ഇറങ്ങുക. അപ്പം നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ഇറക്കങ്ങളിൽ ഇറങ്ങാനായിട്ട് കഴിയും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് നമുക്ക് ഡ്രൈവിങ്ങിൽ ക്ലച്ച് എന്ന് പറയുന്നത്. അതിനെ കൃത്യതയോടെ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് പോലെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനൽ കാണുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പം നമ്മുടെ ചാനലിൽ ഏകദേശം 6 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനോട് അടുത്ത് വരികയാണ്. അപ്പം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരുപാട് പഴയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ ഞാൻ വീണ്ടും ചെയ്തിടുന്നത്. പഴയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള വീഡിയോകൾ ഞാൻ വീണ്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിടുന്നതാണ്. വീണ്ടും നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.